വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 8th സെമസ്റ്റർ റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സിലെ സെക്കൻഡ് യൂണിറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റയിലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ ഡാറ്റ കളക്ഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഡാറ്റ? ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ്, വേർഡ്സ്, മെഷർമെൻറ്റ്സ്, ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ്റെ ഒരു കളക്ഷനാണ്. അത് പ്രോസസ്സ് ചെയ്ത് വേരിയസ് സോഴ്സസ് നിന്ന് കളക്ട് ചെയ്തിട്ട് യൂസ്ഫുൾ ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രോസസ്സ് ചെയ്ത് അനലൈസ് ചെയ്തതിനെയാണ് ഡാറ്റ എന്ന് പറയുക. ഡാറ്റ ഈസ് എ കളക്ഷൻ ഓഫ് ഫാക്ട്സ് സച്ച് ആസ് നമ്പേഴ്സ്, വേർഡ്സ്, മെഷർമെൻറ്റ്സ്, ഒബ്സർവേഷൻസ് ഓർ ഡിസ്ക്രിപ്ഷൻസ് കളക്റ്റഡ് ഫ്രം വേരിയസ് സോഴ്സസ് വിച്ച് ആർ പ്രോസസ്ഡ് ആൻഡ് അനലൈസ്ഡ് ടു ഒബ്റ്റെയിൻ യൂസ്ഫുൾ ഇൻഫോർമേഷൻ. ഇത് രണ്ട് മെയിൻ ടൈപ്പ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുണ്ട്, ക്വാളിറ്റേറ്റീവ് ഡാറ്റയുണ്ട്. ടൈപ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ഡിസ്ക്രീറ്റ് ഡാറ്റ ആൻഡ് കണ്ടിന്യൂസ് ഡാറ്റ, പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ, നോമിനൽ ഡാറ്റ ആൻഡ് ഓർഡിനൽ ഡാറ്റ. ക്വാളിറ്റേറ്റീവ് ഡാറ്റന് തന്നെ എന്യൂമറേഷൻ ഡാറ്റ എന്നും പറയുന്നുണ്ട്. ഇത് ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റി അല്ലെങ്കിൽ ആട്രിബ്യൂട്ടിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ മാഗ്നിറ്റ്യൂഡോ സൈസോ ഇല്ല. അതായത് ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റേനെ മെഷർ ചെയ്യാൻ പറ്റില്ല. ഇതിനെ കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ് ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, ഓപ്പൺ എൻഡഡ് സർവേ. അപ്പോൾ ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, ഓപ്പൺ എൻഡഡ് സർവേ എന്ന മെത്തേഡ്സ് വെച്ചിട്ടാണ് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. നമ്പേഴ്സ് ആയിട്ടാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഉണ്ടാവില്ല. റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യുക ടെക്സ്റ്റുവൽ അല്ലെങ്കിൽ നെറേറ്റീവ് ഫോമിലാണ്. എക്സാമ്പിളാണ് റിലീജിയൻ, സെക്സ്, ബ്ലഡ് ഗ്രൂപ്പ്, കാസ്റ്റ് ഒക്കെ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മെഷർമെൻറ്റ് ഡാറ്റ എന്നും പറയുന്നുണ്ട്. ഇതൊരു മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് മാഗ്നിറ്റ്യൂഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് ആണ്, മെഷറബിൾ ആണ്. നമ്പേഴ്സ് ആയിട്ട് വിത്ത് ഓർ വിത്തൗട്ട് യൂണിറ്റ്സ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇത് കളക്ട് ചെയ്യാനുള്ള മെത്തേഡ് സർവേ, ഒബ്സർവേഷൻ, ഡയറക്റ്റ് മെഷർമെൻറ്റ്. റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഡാറ്റ ആയിട്ടാണ്. എക്സാമ്പിൾസ് ആണ് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ, വെയ്റ്റ് ഇൻ കിലോഗ്രാം, ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഇൻ ഗ്രാം പെർ ഡെസിലിറ്റർ, ബ്ലഡ് പ്രഷർ ഇൻ mmHg. അപ്പോൾ ഇതാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അടുത്തത് ഡിസ്ക്രീറ്റ് ഡാറ്റ എപ്പോഴും ഹോൾ നമ്പേഴ്സ് ആയിരിക്കും. അതായത് ഫ്രാക്ഷൻ വരില്ല. കൗണ്ടബിൾ ആണ്. എക്സാമ്പിളാണ് നമ്പർ ഓഫ് ബെഡ്സ് ഇൻ എ ഹോസ്പിറ്റൽ, നമ്പർ ഓഫ് മലേറിയ കേസസ്, നമ്പർ ഓഫ് പേഷ്യൻസ്. ഇതെപ്പോഴും ഒരു ഹോൾ നമ്പേഴ്സ് ആയിരിക്കും. ഫ്രാക്ഷൻ ആയിട്ട് വരില്ലല്ലോ. ഇത്ര നമ്പർ ഓഫ് ബെഡ്സ് ഹോസ്പിറ്റലിലുണ്ട് 1/2 എന്നൊന്നും പറയില്ലല്ലോ. അപ്പോൾ ഒരു ഹോൾ നമ്പേഴ്സ് ആണ് ഡിസ്ക്രീറ്റ് ഡാറ്റ. കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്രാക്ഷൻസും ഡെസിമൽസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, മെഷറബിൾ ആണ്. എക്സാമ്പിളാണ് ഹീമോഗ്ലോബിൻ ലെവൽ, ഹൈറ്റ്, വെയ്റ്റ്, ബ്ലഡ് പ്രഷർ. ഇപ്പോൾ ഹൈറ്റ് ഒക്കെ പറയുമ്പോൾ 165.2 അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡെസിമൽസും ഫ്രാക്ഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ് കണ്ടിന്യൂസ് ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് സോഴ്സിന്നോ ഡയറക്റ്റ്ലി ഒബ്റ്റെയിൻ ചെയ്യുന്ന ഡാറ്റേനെ പ്രൈമറി ഡാറ്റ എന്ന് പറയും. ഇത് പ്രിസൈസ് ആയിട്ടുള്ള ഒറിജിനൽ ഇൻഫോർമേഷൻ തരുന്നുണ്ട്. എക്സാമ്പിളാണ് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൽ നിന്ന് ഇൻ്റർവ്യൂ നടത്തി ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ വഴിയോ അല്ലെങ്കിൽ സർവേ വഴിയോ ഒരു പേഷ്യൻറ്റിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നത് പ്രൈമറി ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് സോഴ്സസിനോ റെക്കോർഡ്സിനോ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ ഡയറക്റ്റ്ലി കളക്ട് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസിലാണ് സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യാം. എക്സാമ്പിൾ ഇപ്പോൾ ഹോസ്പിറ്റൽ റെക്കോർഡ്, സെൻസസ് ഡാറ്റ, ഗവൺമെൻറ് റിപ്പോർട്ട്. ഡയറക്റ്റ്ലി ഒരു പേഷ്യൻറ്റിൽ നിന്ന് പോയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് പ്രൈമറി ഡാറ്റയാണ്. അങ്ങനത്തെ പറ്റാത്തൊരു കണ്ടീഷനിൽ നമ്മൾ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ നോക്കിയിട്ട് പേഷ്യൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് സെക്കൻഡറി ഡാറ്റ എന്ന് പറയും. അടുത്തത് നോമിനൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഫിറ്റ്സ് ഇൻ ടു കാറ്റഗറീസ് ബട്ട് നോ ഓർഡർ ഓർ റാങ്കിങ് പോസിബിൾ. ഇവിടെ കാറ്റഗറീസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. എക്സാമ്പിൾ കളർ ഓഫ് ഐസ്, റേസ്, സെക്സ്, ബ്ലഡ് ഗ്രൂപ്പ്. ഓർഡിനൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറീനെ ഓർഡർ ചെയ്യാൻ അല്ലെങ്കിൽ റാങ്ക് ചെയ്യാൻ പറ്റും. ഒരു ഓർഡറിലാക്കാനോ റാങ്ക് ചെയ്യാനോ പറ്റുന്നുണ്ട്. ബട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ഇസ് നോട്ട് ഈക്വൽ ഓർ മെഷറബിൾ. എക്സാമ്പിൾ ക്ലാസ് റാങ്ക്, ഗ്രേഡ് ഇൻ എക്സാം, സാറ്റിസ്ഫാക്ഷൻ ലെവൽ, പുവർ, ഫെയർ, ഗുഡ്. അതൊക്കെയാണ് ഓർഡിനൽ ഡാറ്റ. അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് ഡാറ്റയാണ് നോക്കിയത്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ഡിസ്ക്രീറ്റ് ഡാറ്റ, കണ്ടിന്യൂസ് ഡാറ്റ, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, നോമിനൽ ഡാറ്റ, ഓർഡിനൽ ഡാറ്റ. അടുത്തത് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ.
ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിസർച്ച് പ്രോബ്ലത്തിനുള്ള ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. സിസ്റ്റമാറ്റിക് പ്രോസസ് ബൈ വിച്ച് റിസർച്ചേഴ്സ് ഗ്യാദർ ഇൻഫോർമേഷൻ നീഡഡ് ടു ആൻസർ എ റിസർച്ച് പ്രോബ്ലം. ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? ഈ ഒരു ഡാറ്റ കളക്ഷൻ എന്ന മെത്തേഡ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക? ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട്സ് ആഫ്റ്റർ ദ റിസർച്ച് പ്രോബ്ലം ഹാസ് ബീൻ ഡിഫൈൻഡ്. റിസർച്ച് പ്രോബ്ലം ഡിഫൈൻ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് റിസർച്ച് ഡിസൈൻ ഹാസ് ബീൻ വർക്ക്ഡ് ഔട്ട്. ഡാറ്റ കളക്ഷൻ്റെ സമയത്ത് നമ്മൾ എടുക്കേണ്ട ഡിസിഷൻസ്, എന്ത് ഡാറ്റയാണ് കളക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്, ആരാണ് കളക്ട് ചെയ്യേണ്ടത്, എപ്പോഴാണ് കളക്ട് ചെയ്യേണ്ടത്, ഈ 4 ക്വസ്റ്റ്യൻസ് അതിനൊരു ഡിസിഷൻ ആയതിനു ശേഷം വേണം നമ്മൾ ഡാറ്റ കളക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ചോയ്സ് ഓഫ് മെത്തേഡ്. ചോയ്സ് ഓഫ് മെത്തേഡിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഒന്ന് റിസർച്ച് പ്രോബ്ലത്തിൻ്റെ നേച്ചർ അല്ലെങ്കിൽ റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്, ക്രെഡിബിലിറ്റി ഓഫ് ഇൻഫോർമേഷൻ, മെത്തേഡ് ഓഫ് അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ്, സ്കിൽസ് ഓഫ് ഇവാലുവേറ്റർ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി, ടൈം അവൈലബിൾ, ബഡ്ജറ്റ് അവൈലബിൾ, സാമ്പിൾ സൈസ്, പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, എത്തിക്കൽ കൺസിഡറേഷൻ, അവൈലബിലിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് ഡാറ്റ. ഇത്രയും ഫാക്ടേഴ്സാണ് ചോയ്സ് ഓഫ് മെത്തേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റ രണ്ടിൻ്റെയും കളക്ഷൻ മെത്തേഡ്സ് നോക്കുന്നുണ്ട്. പ്രൈമറീൻ്റെ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ്. ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുക. PV യങ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വ്യൂയിങ് കപ്പിൾഡ് വിത്ത് കൺസിഡറേഷൻ ഓഫ് ഫിനോമിനൻ എന്നാണ്. ഈ ഒബ്സർവേഷൻ മെത്തേഡിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് ആദ്യം എന്താണ് ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് ഡിറ്റർമിൻ ചെയ്യുക, പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുക, ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്തതിനെ സമ്മറൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഒബ്സർവേഷൻ മെത്തേഡിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ്. ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് വണ്ണാണ് സ്ട്രക്ചേർഡ് വേഴ്സസ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രീ ഡിഫൈൻഡ് പ്ലാൻ അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, ഒരു ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് മെഡിക്കേഷൻസിനെ പറ്റിയിട്ടുള്ള പേഷ്യൻ്റെ കംപ്ലയിൻസിനെ ഒബ്സർവ് ചെയ്യുന്നതിനാണ് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ പ്ലാൻഡ് ഫ്രെയിം വർക്കോ ഉണ്ടാവില്ല, മോർ ഫ്ലെക്സിബിൾ ആയിരിക്കും. അതായത് ഹോസ്പിറ്റൽ വെയിറ്റിംഗ് ഏരിയയിൽ തന്നെ പേഷ്യൻ്റ് ഇൻട്രാക്ഷൻസിനെ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയാം. അടുത്തത് പാർട്ടിസിപ്പൻറ്റ് വേഴ്സസ് നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ. പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്സർവർ ഏത് ഗ്രൂപ്പാണോ സ്റ്റഡി ചെയ്തത് ആ ഗ്രൂപ്പിലൊരു മെമ്പർ ആയിരിക്കും. നോൺ പാർട്ടിസിപ്പൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻസിനെ ഇൻഫോം ചെയ്യാതെ തന്നെ ഒബ്സർവർ വാച്ച് ചെയ്തതിനെയാണ് നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയാം. കൺട്രോൾഡ് വേഴ്സസ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീ അറേഞ്ച്ഡ് പ്ലാനിലോ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസിലോ യൂഷ്വലി ഒരു ലാബിലൊക്കെ ഒരു കൺട്രോൾഡ് കണ്ടീഷനിൽ നടത്തുന്ന ഒബ്സർവേഷനെ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്നും, അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ കണ്ടീഷൻസിലോ സ്പോണ്ടന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ റിയൽ ലൈഫ് സെറ്റിങ്ങിലൊക്കെ നടത്തുന്ന ഒബ്സർവേഷനെ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയും. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ്, ഒബ്സർവേഷൻ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റി ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡാറ്റ റിലയബിൾ ആണ്, ഫീൽഡിൽ നിന്ന് ഡയറക്റ്റ്ലി കളക്ട് ചെയ്യുന്നതായ കാരണം ഡാറ്റ റിലയബിൾ ആണ്, ഏത് സമയത്ത് വേണമെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്യാനോ റെസ്യൂം ചെയ്യാനോ പറ്റുന്നുണ്ട്, റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ആണ് ബാക്കിയുള്ള ചില മെത്തേഡ്സിനെ വെച്ച് നോക്കുമ്പോൾ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് കൂടുതൽ എക്കണോമിക് ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്യുക ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴാണ്. മനസ്സിലായി? അതായത് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്താണ് കുറച്ചും കൂടി എക്കണോമിക് ആയിട്ട് ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്യാം. ചില സമയത്ത് ലാർജ് സ്കെയിലായിട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്പെൻസീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ലിമിറ്റഡ് ഇൻഫോർമേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒബ്സർവേഴ്സിന് എക്സ്റ്റെൻസീവ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒബ്സർവേഷൻ മെത്തേഡ്സ്. അടുത്തത് ഇൻ്റർവ്യൂ മെത്തേഡാണ്. ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ വെർബൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ റെസ്പോൺസസും ഇൻവോൾവ് ചെയ്യുന്നതാണ് ഇൻ്റർവ്യൂ മെത്തേഡ്. ഇൻ്റർവ്യൂവർ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, റെസ്പോണ്ടൻസ് അത് വേർബലി റിപ്ലൈ ചെയ്യും. ഒരു എഫക്റ്റീവ് ഇൻ്റർവ്യൂവിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സാണ് ആദ്യം ഇൻ്റർവ്യൂവിൻ്റെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക, സബ്ജക്ട്സിനെ അല്ലെങ്കിൽ കീ റെസ്പോണ്ടൻസിനെ സെലക്ട് ചെയ്യുക, ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക, ഡാറ്റേനെ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇൻ്റർവ്യൂവിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്? സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, പ്രീ ഡിസൈഡ് ആയിട്ടുള്ള ഫിക്സ്ഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിറ്റർമൈൻഡ് സിസ്റ്റം അല്ല, മോർ ഫ്ലെക്സിബിൾ ആയിരിക്കും.
ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോണ്ടൻസിൻ്റെ ഒരു പെർട്ടിക്കുലർ എക്സ്പീരിയൻസിനെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ പോസിബിൾ എഫക്ട്സിനെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. ക്ലിനിക്കൽ ഇൻ്റർവ്യൂ കൺസേൺഡ് വിത്ത് ബ്രോഡ് അണ്ടർലൈങ് ഫീലിങ്സ്, മോട്ടിവേഷൻസ് ഓർ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ്. ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 to 8 ഇൻഡിവിജ്വൽസിൻ്റെ ഒരു ഗ്രൂപ്പിനെ ആയിരിക്കും ഒരുമിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടാവുക. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ്റർവ്യൂ സബ്ജക്റ്റ് മാറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പീനിയൻ, എക്സ്പീരിയൻസ്, ഫീലിങ്സ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷറബിൾ ആണ്, ന്യൂമറിക്കൽ റെസ്പോൺസസ് ആണ്. ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂസ് ഇൻ്റർവ്യൂവർ ആ ഒരു സിംഗിൾ പേഴ്സണിനെ മീറ്റ് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്യുന്നതിനെ ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂ എന്ന് പറയും. സെലക്ഷൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോബ്സിനൊക്കെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ് സെലക്ഷൻ ഇൻ്റർവ്യൂസ്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻ്റർവ്യൂസ് ഉള്ളത്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ, ക്ലിനിക്കൽ ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഇൻ്റർവ്യൂ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ്റർവ്യൂ, ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂ, സെലക്ഷൻ ഇൻ്റർവ്യൂ. അഡ്വാൻറ്റേജസ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻ ഡെപ്ത് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്കിൽഡ് ഇൻ്റർവ്യൂവറിന് റെസ്പോണ്ടൻസ് എന്നുള്ള റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. അത് വേറെയുള്ള മെത്തേഡ്സിലൊന്നും അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യില്ല. പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ ഇൻ്റർവ്യൂ മെത്തേഡാണ് കുറച്ചും കൂടി നല്ലത്. ഡിസഡ്വാൻറ്റേജസ് എക്സ്പെൻസീവ് ആണ്, ടൈമും റിസോഴ്സസും ഒക്കെ ആവശ്യമുണ്ട്. ഇൻ്റർവ്യൂവർ ബയാസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അത് ഡാറ്റേനെ എഫക്റ്റ് ചെയ്യും. റെസ്പോണ്ടൻറ്റ് ബയാസും ഡാറ്റേനെ എഫക്റ്റ് ചെയ്യും. ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ്. അടുത്തത് ക്വസ്റ്റിനെയർ മെത്തേഡ്. ക്വസ്റ്റിനെയർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന് ഒരു ഡെഫിനിറ്റ് ഓർഡർ അല്ലെങ്കിൽ ഒരു ഫോമിൽ പ്രിൻ്റ് ചെയ്തിട്ട് റെസ്പോണ്ടൻസിന് സെൻഡ് ചെയ്യുന്നുണ്ട് വിത്ത് എ റിക്വസ്റ്റ് ടു ആൻസർ ആൻഡ് റിട്ടേൺ. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന് ഒരു ഡെഫിനിറ്റ് ഓർഡറിലോ ഫോമിലൊക്കെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, റെസ്പോണ്ടൻസിന് അയച്ചു കൊടുക്കും. അതിൻ്റെ കൂടെ റിക്വസ്റ്റും ഉണ്ടായിരിക്കും അത് ആൻസർ ചെയ്ത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിനെയാണ് ക്വസ്റ്റിനെയർ മെത്തേഡ് എന്ന് പറയുക. ഒരു എഫക്റ്റീവ് ക്വസ്റ്റിനെയറിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ്: ഒന്ന്, ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക, റെസ്പോണ്ടൻസിനെ സെലക്ട് ചെയ്യുക, ക്വസ്റ്റിനെയർ അഡ്മിനിസ്റ്റർ ചെയ്യുക, കളക്റ്റഡ് ഡാറ്റേനെ ടാബുലേറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു എഫക്റ്റീവ് ക്വസ്റ്റിനെയറിൽ വേണ്ട സ്റ്റെപ്സ്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോണ്ടൻസ് അവരുടേതായ വേർഡ്സിൽ വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലോസ് എൻഡഡ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും, അതിന്ന് ഒന്ന് ചൂസ് ചെയ്യാണ് റെസ്പോണ്ടൻസ് ചെയ്യേണ്ടത്. എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റിനെയർ. ഒരു നല്ല ക്വസ്റ്റിനെയർ എങ്ങനെയാവണം? ഷോർട്ട് ആവണം, സിമ്പിൾ ആവണം, ഈസി ടു ഡിഫിക്കൽട്ട് സീക്വൻസ് ഓഫ് ക്വസ്റ്റ്യൻസ്, ടെക്നിക്കൽ ടേംസ് അവോയ്ഡ് ചെയ്യാം, അഡിക്കേറ്റ് സ്പേസ് ആൻസർ ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യണം, ക്ലിയർ സീക്വൻസ് ആയിരിക്കണം, ഫില്ല് ചെയ്യാനുള്ള ഡയറക്ഷൻസ് കൊടുക്കണം, നല്ലൊരു ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കണം. ഇത് പേപ്പറിൻ്റെ ക്വാളിറ്റിയും കളറും പ്രിൻ്റൊക്കെ നല്ലതായിരിക്കണം. അതാണ് എസെൻഷ്യൽ ഓഫ് എ ഗുഡ് ക്വസ്റ്റിനെയർ. അഡ്വാൻറ്റേജസ്: ലോ കോസ്റ്റ് ആണ്, ഇൻ്റർവ്യൂവർ ബയാസിന് ഫ്രീ ആയിരിക്കും, റെസ്പോണ്ടൻസിന് തിങ്ക് ചെയ്യാൻ ആവശ്യത്തിൽ കൂടുതൽ സമയം ഉണ്ടായിരിക്കും, പെട്ടെന്ന് അപ്രോച്ചബിൾ അല്ലാത്ത റെസ്പോണ്ടൻസിൻ്റെ അടുത്തും എത്താൻ പറ്റുന്നുണ്ട്, ലാർജ് സാമ്പിൾസ് കവർ ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ്: ടൈം കൺസ്യൂമിംഗ് ആണ്, റെസ്പോണ്ടൻസ് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, കോപ്പറേറ്റീവ് ആയിരിക്കണം, സ്ലോ മെത്തേഡാണ്, അൺക്ലിയർ റിപ്ലേസിനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത മെത്തേഡാണ് ഷെഡ്യൂൾ മെത്തേഡ്. ഷെഡ്യൂൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റിനെയർ മെത്തേഡിനോട് സിമിലർ ആണ്, പക്ഷേ ഒരു എന്യൂമറേറ്റർ ആണ് അത് ഫില്ല് ചെയ്യാം. എന്യൂമറേറ്റർ റെസ്പോണ്ടൻസിനെ വിസിറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആ ലിസ്റ്റഡ് ഓർഡറിൽ ആസ്ക് ചെയ്യും, ചോദിക്കും, എന്നിട്ട് റെസ്പോൺസസ് റെക്കോർഡ് ചെയ്യും. ഇതാണ് ഷെഡ്യൂൾ മെത്തേഡ്സ്. എന്യൂമറേറ്റർ ട്രെയിൻഡ് ആയിരിക്കണം, കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷെ കൂടുതൽ കറക്റ്റും കംപ്ലീറ്റ് ആയിരിക്കും ഡാറ്റ കളക്ഷൻ. സെക്കൻഡറി ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന മെത്തേഡ് ഒന്ന് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. പേഷ്യൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത്, സെൻസസ് റിപ്പോർട്ട്, ഇതൊക്കെയാണ് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ലെസ് ടൈമേ ആവശ്യമുള്ളൂ. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. അടുത്തത് പബ്ലിഷ്ഡ് ലിറ്ററേച്ചർ ആൻഡ് റിപ്പോർട്ട്സ് ആണ്, അത് ഈസിലി അവൈലബിൾ ആയിരിക്കും. വെബ് ആൻഡ് ഇൻ്റർനെറ്റ് സോഴ്സസ് ഉണ്ട്, ലാർജ് എമൗണ്ട് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോമ്പിനേഷൻ ഓഫ് മെത്തേഡ്സ്. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോംപ്രഹെൻസീവ് ഡാറ്റ കളക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ഡാറ്റ എന്താണെന്ന് നോക്കി, ടൈപ്സ് ഓഫ് ഡാറ്റ,
അതിൽ ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ്, പ്രൈമറി, സെക്കൻഡറി, നോമിനൽ, ഓർഡിനൽ ഡാറ്റ. മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ചോയ്സ് ഓഫ് മെത്തേഡ്. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ ഒബ്സർവേഷൻ മെത്തേഡ്, ഇൻ്റർവ്യൂ മെത്തേഡ്, ക്വസ്റ്റ്നെയർ മെത്തേഡ്, ഷെഡ്യൂൾ മെത്തേഡ്. അടുത്തത് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ്റെ മെത്തേഡ്സ് നമ്മൾ നോക്കി. അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.